അപ്പോൾ നമ്മൾ ഈ ഉമ്മാർക്ക് ചലഞ്ച് കൊടുക്കാൻ പോവാണ്. എന്തുവാ ഇവിടുത്തെ ഈ ബാക്ക് കാണുന്ന ആ പോസ്റ്റ് തൊട്ട് കാണുന്ന പോസ്റ്റ് വരെ, അതായത് ഇവിടുന്ന് അവിടെ വരെ പോകുമ്പോൾ ഒരു റൗണ്ട് ആവത്തുള്ളൂ. എങ്ങനെ കൂട്ടുന്നത്? ഇവിടുന്ന് അവിടെ വരെ പോകുമ്പോ 1, അവിടെ തിരിച്ചു വരുമ്പോ വീണ്ടും 2, അങ്ങനെ എത്ര തവണ ഓടണം? 100 തവണ. അങ്ങനെ 100 തവണ ഓടിക്കഴിഞ്ഞാൽ ഒരു ക്വാർട്ടർ അൽഫാം, ഒരു ഫുൾ അൽഫാം വാങ്ങിച്ചു കൊടുക്കും. അവൻ വാങ്ങിച്ചു കൊടുക്കും. അതിനകത്ത് അപ്പം ഇവനും കൂടെയാണ് ഓടാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങളെന്നാ തുടങ്ങിക്കോ. തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ, ഓടിക്കോ. ആദ്യത്തെ റൗണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ദൂരെ മറ്റേ കൂട്ടുകാരെ പോണ്ട് അവൻ എണ്ണാൻ വേണ്ടി എത്ര നേരം ഓടുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഓട്ടം കുഴപ്പമൊന്നുമില്ലാതെ ഓടി തുടങ്ങി. എനിക്കറിയാൻ പാടില്ല ഇവരിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. കാര്യം എന്ന് വെച്ചാൽ 100 വട്ടം ഇവിടുന്ന് 1 അങ്ങോട്ട് പോകുമ്പോൾ 1 തിരിച്ച് 2 കുറച്ച് ദൂരേ ഉള്ളൂ. എന്നാലും 100 വട്ടമൊക്കെ ഓടുമോ നമുക്ക് അറിയത്തില്ല, നോക്കാം. ഓക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ 5 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. 5 റൗണ്ടിൽ നിന്ന് ഷടയെന്ന് കഴിഞ്ഞ് ദിവൻ 8ഉം ധവൻ 7ഉം ആയിട്ടേ ഉള്ളൂ ഇതുവരെ. അങ്ങനെ 10ാമത്തെ റൗണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പൊക്കോ. അങ്ങനെ 10ാമത്തെ റൗണ്ട്. ഇനി അടുത്ത 11ാമത്തെ റൗണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. കുറേ നേരം കൂടെ ആ പട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവന്മാർ എന്നാ കാണിക്കുന്നത്? അവന്മാരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 14 റൗണ്ടുകൾ കഴിഞ്ഞു. അങ്ങനെ 20ാമത്തെ റൗണ്ട് ആയിരിക്കുകയാണ്. സമയം അങ്ങനെ സന്ധ്യയായിട്ട് വരുന്നു. നമ്മുടെ അടുത്ത അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കാൻ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെ കൂട്ടത്തിൽ ഒരുത്തൻ 30 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് 31ാമത്തെ റൗണ്ടിന് വേണ്ടി പോയേക്കുവാണ്. മറ്റവൻ ഒരു 2 റൗണ്ട് കുറവാണ്, പക്ഷെ ഓടുന്നുണ്ട്. ഒരുത്തൻ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. വിയർത്ത് കുളിച്ചിരിക്കാതെ കാണിച്ചില്ല. തിരിച്ചുവരുമ്പോ കാണിച്ചത് ഇതൊക്കെ. അങ്ങനെ തണുത്ത ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓട്ടം എങ്ങനെ 36. അപ്പൊ അങ്ങനെ 36ആയി. നീ 34 ആയുള്ളൂ. 35 ഓക്കെ. 35 ആയിട്ടുണ്ട്. വാളും 6 അങ്ങനെ കുറെ സാധനം ചാടാനുണ്ട്. അവസാനം സ്പ്രിന്റിങ്ങും. അത് 27 സെക്കൻഡ് ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലോ? ഓക്കെ വിട്ടോ. എന്തൊക്കെ തെള്ളി മറിച്ചിട്ട് പോയിട്ടുണ്ട്, അമ്പുരാനറിയാം. ഇങ്ങനെ കുറേ നേരം നീണ്ടു നിന്ന ഓട്ടത്തിന് ശേഷം അങ്ങനെ മുന്നിൽ വരുന്ന അവൻ 50ആയി. 50 ഇവിടെ എത്തുമ്പോൾ 50 ആവും. ബാക്ക് വരുന്നവൻ 48 അറിയാമത്തോളൂ. ഓക്കെ. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാലും എടുക്കുന്നു. അതിലിപ്പോൾ അതിങ്ങനെ ഓടിയാൽ മതിയായിരുന്നു. അത് പിന്നെ അങ്ങനെ ഏകദേശം 70 എത്താറായി. ഒരുത്തൊരു ഉടുപ്പൊക്കെ ഊരിയിട്ട് ഓടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉടുപ്പൊക്കെ ഊരി വരൂ. അങ്ങനെ 72 80 റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാന റൗണ്ടുകളാവുമ്പോഴത്തേക്കിന് അങ്ങനെ അതിഗംഭീരമായ അനന്തൂൻ്റെ സ്പീഡ് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. ആദ്യമൊക്കെ കുറച്ച് പയ്യെ ഓടിയായി, ഇപ്പം നല്ല സ്പീഡിൽ ഓടുന്നു. ചേട്ടാ പയ്യെ മാറിക്കണം, ഇങ്ങ് വന്നു. അങ്ങനെ 98ആയോ? 100ആയോ? അങ്ങനെ 100 റൗണ്ടുകൾ വിജയകരമായി ഓടി തകർത്തു. വിയർത്ത് കുളിച്ച് ഇനി ഒരു 100 റൗണ്ട് കൂടി തരുന്നോ? 3 സെൽഫോൺ മേടിച്ചെന്നാൽ 100 റൗണ്ടുകൾ വിജയകരമായി ഓടി തകർത്തു. അങ്ങനെ അവനും അങ്ങനെ എത്തി. അവനും അങ്ങനെ എത്തി. 100 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഓടി രണ്ടുപേരും. എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? എന്താണ് പറയാനുള്ളത്? മികച്ച ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് നമ്മളിപ്പം കണ്ടത്. ഇത് വളരെ നല്ല രീതിയിലും ഓടിയ ആനന്ദവും ആദ്യം അത് കാര്യമില്ല. മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അൽഫാമും
പറഞ്ഞ പോലെ ചലഞ്ച് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 50 പുഷപ്പ് എടുത്താൽ 50 പുഷപ്പ് ഇതിന്റെ കൂടെ 50 പുഷപ്പ് പോകും. എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അൽഫാം ഒരു ഫുൾ അൽഫാം എന്തായാലും വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. 100 സിറ്റപ്പിന് എന്തോ ഇത് ഞാനില്ല, അതിന് ഞാനില്ല.